എപ്പോഴേലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നോക്കിയിട്ട് അത് അതിനേക്കാട്ടും കൂടുതലുണ്ട് എന്നൊരു തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ സാധാ ഒരു സൺസെറ്റ് കണ്ടിട്ട് ആ സൺസെറ്റ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്. ഇല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ലീഡറിനെ കണ്ട് അയാള് ചെയ്യുന്ന ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അയാളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ജേർണി ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ അർജുനനോട് ചാപ്റ്റർ 9 ചാപ്റ്റർ 10 പറയുന്ന ഒരു കാര്യമാണ് ഒരു ഡിവോഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എല്ലാത്തിലും ഉണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്ക് വേണം. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 9, അതായത് രാജവിദ്യ രാജഗുരു യോഗ. അപ്പം ഓരോ യോഗകളാണ്, യോഗ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ നോക്കിയത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ധർമ്മം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നേച്ചർ എന്താണ്, നേച്ചർ ഓഫ് റിയാലിറ്റി, അതായത് ശരിക്കുള്ള കാര്യത്തിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് എന്നൊക്കെയാണ് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ അർജുനനോട് ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് പറയാണ്ട് ആ ഒരു കാര്യത്തിലെ ശരിയും തെറ്റും മനസ്സിലാപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ അർജുനന്റെ ധർമ്മം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ അർജുനൻ ഇതുവരെ കേട്ട കാര്യങ്ങളായിരുന്നു. ധർമ്മം എന്താണ്, ധർമ്മം എങ്ങനെ ചെയ്യണം, ശരി എന്താണ്, തെറ്റെന്താണ്, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് അർജുനൻ പഠിച്ചത്. പക്ഷെ അർജുനന് കുറച്ച് ഡീപ്പായിട്ട് ശ്രീകൃഷ്ണൻ ആരാണ്, അല്ലെങ്കിൽ ദൈവം ആരാണ്, ഡിവോഷൻ എന്താണ്, ആ ഒരു പവർ എന്താണ്, ഇപ്പൊ നമ്മുടെ ഫുൾ വേൾഡിൽ, നമ്മൾ ഫുൾ യൂണിവേഴ്സിനെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതെന്താണ് എന്നറിയാനുള്ള ഒരു ഭയങ്കര വലിയ ക്യൂരിയോസിറ്റിയാണ് ഈ ചാപ്റ്ററിൽ കാണിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാൻ തുടങ്ങുമ്പം ഞാൻ ദൈവമാണ് എന്നല്ല പറയുന്നത്. അർജുനന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചിട്ട് അതിൽ ശ്രീകൃഷ്ണനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം ശ്രീകൃഷ്ണൻ പറയുന്നത് മൗണ്ടൻസ്, അതായത് മലകളിൽ ഏറ്റവും ഹയസ്റ്റ് മല അല്ലെങ്കിൽ ഏറ്റവും വലിയ മല ഞാനാണ്. റിവർ, പുഴകളിൽ ഏറ്റവും പവർഫുൾ പുഴ ഞാനാണ്. ലീഡേഴ്സിന്റെ പവർ, സ്ട്രെങ്ത് ഞാനാണ്. ഇപ്പം ലൈറ്റ് കാണുവാണെങ്കിലും ആ ലൈറ്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ലൈറ്റ്, അതായത് സൂര്യൻ ഞാനാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ദൈവം എന്ന് പറയുമ്പം ഒരാളല്ല അല്ലെ, നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുമുള്ളത് എല്ലാം ദൈവമുണ്ട്. അതാണ് നമ്മുടെ ഒരു വിശ്വാസം, അതാണ് നമുക്ക് എന്നും മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്നത് അല്ലേ. അപ്പം ശരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെയോ ദൈവത്തിനെ നമ്മൾ തപ്പുന്നോ അത് ഏതെങ്കിലും ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. ഇപ്പം ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ ആയിട്ടാവാം, ഭയങ്കര പവർഫുൾ കാര്യങ്ങളായിട്ടാവാം. ഇപ്പം നമ്മൾ ഭയങ്കര ലോസ്റ്റ് ആയിട്ട് നിൽക്കുമ്പം നമ്മളെ ഒരാൾ വഴി കാട്ടി തരുവാണെങ്കിൽ അതൊരു ദൈവമാവാം, ദൈവത്തിൻ്റെ ഒരു ഫോം ആവാം. അപ്പം നമുക്ക് ശരിക്കും ദൈവത്തിനൊരു ഫോമില്ല, മൾട്ടിപ്പിൾ ഫോമാണുള്ളത്. അപ്പം നമ്മൾ ദൈവമുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് അല്ലേ. ഇപ്പം നമ്മുടെ മോഡേൺ ലൈഫിൽ തന്നെ ഇപ്പം ഇലക്ട്രിസിറ്റി ശരിക്കും ഒരു ബൾബ് കത്തിക്കാനും വേണം, ഒരു ഫാൻ ഓൺ ചെയ്യാനും വേണം, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും വേണം. പക്ഷെ അത് വരുന്ന ഫോം ഓഫ് എനർജി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ശരിക്കും ഇലക്ട്രിസിറ്റി ആണ് എല്ലാത്തിനും വേണ്ടത്. അങ്ങനെ തന്നെ ദൈവം വേറെ വേറെ ഫോമിൽ, വേറെ വേറെ സിറ്റുവേഷനിൽ, വേറെ വേറെ എക്സ്പീരിയൻസസ് ആയിട്ടാണ് വരുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് എന്നെ കാണാൻ പറ്റില്ല, എന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം വിച്ച് ഇസ് സോ ട്രൂ അല്ലേ. നമുക്കൊരു കാര്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കത് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനത്തെ ആൾക്കാര് പിന്നെയും അടുത്ത ജന്മത്തിലും ഒരു ആളായി മാറും. അപ്പം ആ ഒരു ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ ഒരു സൈക്കിളിൽ എപ്പോഴും സ്റ്റക്കാവും.
ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഈവൻ അർജുനൻ ആദ്യം ശ്രീകൃഷ്ണനെ ഒരു ഡിവൈൻ, അതായത് ദൈവമായിട്ട് കാണാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. അപ്പം ബിക്കോസ് നമ്മൾ ഹ്യൂമൻസിന് ഒരു ഭഗവാൻ എന്നുള്ളൊരു ഫിഗർ ഉണ്ട്, ഒരു ഹ്യൂമൻ ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദൈവം വന്നാലും ഇല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ദൈവത്തിൻ്റെ ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് വന്നാൽ പോലും നമ്മളത് തട്ടിക്കളയും. അങ്ങനത്തെ ഒരു ക്രേസി വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നത് ഞാൻ എല്ലാത്തിലും ഉണ്ട്, ഞാൻ ഹ്യൂമൻസിലുണ്ട്, ആനിമൽസിലുണ്ട്, ബേർഡ്സിലുണ്ട്, എല്ലാ ലിവിങ് ബീയിങ്ങിലും ഉണ്ട്. അപ്പം നമ്മുടെ ആ ഒരു അറിവായിട്ട്, നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ആയിട്ടാണ് ദൈവം ഇരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, അല്ലെ? ഇതിനെയാണ് വിഭൂതി യോഗ എന്ന് പറയുന്നത്. ചാപ്റ്റർ 10 ആണ് ഇത്. നമ്മൾ കാണുന്നെല്ലാം അതൊരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഒരു രൂപമാണ്. ആ ഒരു പവറാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇപ്പം നമ്മൾ പറയല്ലോ, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലേ? ഇന്റർനെറ്റാണ് നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഇന്റർനെറ്റ് ഉള്ള കാരണമാണ്. പക്ഷേ നമുക്ക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് എല്ലായിടത്തും ഉണ്ട്. അത് കുറച്ചു നേരം വൈഫൈ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്റർനെറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മളൊരു ബേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് വർക്ക് ആയില്ലെങ്കിൽ അയ്യോ ഇന്റർനെറ്റ് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. പക്ഷെ ശരിക്കും ഇന്റർനെറ്റ് കാണാൻ പറ്റില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മുടെ സയൻസിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഗ്രാവിറ്റി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷേ അത് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. വേറെ വേറെ രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കിട്ടുന്നൊരു ക്ലൂ ആണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു ക്ലൂ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. ഇപ്പം നമുക്ക് ഞാൻ എപ്പോഴും ഒരു സ്ക്രിപ്ചർ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഫിലോസഫി റീഡ് ചെയ്യണ സമയത്ത് അത് ഒരു ബുക്കായിട്ടോ ഇല്ലെങ്കിൽ ഒരു നാമമായിട്ടോ റീഡ് ചെയ്യാൻ അല്ല ഞാൻ നോക്കുന്നത്. അതിൻ്റെ റെലവൻസ് ഇന്നത്തെ കാലത്ത് 2026 എന്താണ് അതിലൊരു റെലവൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ നോക്കുക. എനിക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ഇമോഷൻസ് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ ഫ്ലക്ച്വേഷൻ വരും. മൈൻഡ് സ്റ്റേബിൾ അല്ല. ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സമയത്താണെങ്കിൽ ഒരുപാട് ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പെട്ടെന്നൊരു അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇമോഷണൽ ലേബൽ ഇടാണ്ട് അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് ഒരു കറേജ് തോന്നുവാണെങ്കിൽ അത് റാൻഡമായിട്ട് വരുന്നൊരു കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതാണ് ആ ഒരു കറേജായിട്ട് വരുന്നത്. ഇപ്പം നമ്മളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കാണുമ്പം നമുക്ക് ജലസി തോന്നുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലും ഡിവൈൻ, അതായത് ദൈവത്തിൻ്റെ എന്തോ ഒരു കളിയുണ്ട്. ബിക്കോസ് ആ ജലസി തോന്നിപ്പിക്കുന്നതും ഇറ്റ്സ് നോട്ട് റാൻഡം. അതിന് എന്തെങ്കിലും ഒരു ഇന്നർ അർത്ഥം ഉണ്ടാവും, ഇന്നർ മീനിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ചില ആൾക്കാർ പറയുമല്ലോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്തായാലും ട്രൈ ചെയ്യണം. ബിക്കോസ് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചതാണ്, ആരോ തോന്നിപ്പിച്ചു. അപ്പം നമ്മളത് വിട്ടുകളയരുതല്ലേ. നമ്മളതിന് എഫേർട്ട് എടുക്കണം, നമ്മളത് ട്രൈ എങ്കിലും ചെയ്യണം, നമുക്ക് പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്യണം. പക്ഷേ നമ്മൾ ആ ഒരു ക്ലൂ മനസ്സിലാക്കണം. അപ്പം ഡിവോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കുറേ നാമം ചൊല്ലുക അതൊന്നുമല്ല. നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഓരോ കാര്യത്തിൻ്റെ ആ വാല്യൂ മനസ്സിലാക്കുക, ഒന്നും തള്ളിക്കളയാണ്ടിരിക്കുക. അപ്പം ഭഗവത്ഗീതയിൽ ഈ ചാപ്റ്റർ നമുക്കൊരു പുതിയ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കാനല്ല പറയുന്നത്. നമ്മുടെ സെയിം വേൾഡ്, സെയിം ലൈഫിലെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീപ്പർ മീനിങ് മനസ്സിലാക്കാനാണ് പഠിപ്പിക്കുന്നത്. ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോഴും ഒരു ഒരു പ്രോബ്ലം കണ്ടെത്താൻ നോക്കും. ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനൊരു പ്രോബ്ലം കണ്ടെത്താൻ നോക്കും, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ കണ്ടെത്താൻ നോക്കും, ഇല്ലെങ്കിൽ ഒരു എപ്പോഴും നമ്മൾ തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കും, അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഇമാജിൻ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് വാസ് ട്രെയിൻഡ് ടു ഫൈൻഡ് ഓൾ ദ ഗുഡ് തിങ്സ്.
എന്ത് നടക്കുവാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി മാത്രം നമ്മൾ നോക്കുക, അതിൻ്റെ പവർ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആവും. പ്ലസ് നമ്മൾ സെയിം കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലേ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മുടെ മൈൻഡ് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, കൺട്രോൾ യുവർ മൈൻഡ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇത് നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കണം. ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സെയിം കാര്യം എന്നും പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റഡ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടുന്നത്. പിന്നെ കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ കാണുന്നത് അതൊക്കെ എൻ്റെ ഒരു ചെറിയ അംശമാണ്. അതായത് ഇനി നമ്മൾ കണ്ടത് ഇത്രയാണെങ്കിൽ കാണാൻ കിടക്കുന്നത് പറയാൻ പറ്റില്ല, അത്രയും വലിയ കാര്യമാണെന്ന്. ഇപ്പം അത്രയും വലിയ ഒരു ഹ്യൂജ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹ്യൂജ് പാർട്ട് ഓഫ് ദ യൂണിവേഴ്സിലെ നമ്മളൊരു ചെറിയ എന്താ പറയുക, ഒരു സെല്ല് പോലെയാണ്. അപ്പം എന്നിട്ട് പോലും നമുക്ക് വരുന്ന പേഴ്സണൽ ഇഷ്യൂസ് നമുക്ക് ഭയങ്കര ഒരു വലിയൊരു സംഭവമാക്കി നമ്മൾ മാറ്റും. അതാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു കഴിവാണ്. കഴിവെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അതൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിച്ച് അവിടെ നമ്മൾ കൂടിയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നതായിരിക്കും നമ്മുടെ പ്രശ്നമൊന്നുമല്ല അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടി അർജുനൻ്റെ സൈഡിൽ നിന്ന് കൃഷ്ണനെ മനസ്സിലാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷെ അർജുനന് ഇനി അറിയണമെന്നുണ്ട്. അർജുനൻ പറയുന്നത് എനിക്ക് കാണിച്ചു തരും, എന്താണ് ഇതിനെ ഡീപ്പായിട്ട് എനിക്ക് ശരിക്കും കാണിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പം ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് എന്താണ്, കോസ്മിക് എനർജി എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഭഗവത്ഗീത സീരീസിൽ നിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത് യൂസ് ചെയ്ത് നോക്കൂ. 100% നല്ല വ്യത്യാസം വരും. ബിക്കോസ് ഞാനത് ഫീൽ ചെയ്തതാണ്. കുറേ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിവൈൻ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാ നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു മേ ബി ആ ഒരു വിശ്വാസമുള്ള കാരണമാണ് നമുക്ക് എപ്പോഴും ആ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത്. അപ്പം ആ ഒരു വിശ്വാസം വേണ്ട. ഇപ്പം ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇത് ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്, എന്തോ ഒരു മാഗ്നറ്റ്, എന്തോ ഒരു പവർ ഹൗസ് ഉണ്ട്. അപ്പം അതിനെ തപ്പിപ്പോവാണ്ട് ആ പവർ ഹൗസിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കാണുന്ന കാര്യത്തിലൊക്കെ ആ ഒരു പവർ ഹൗസിൻ്റെ ചെറിയ ചെറിയ സെഗ്മെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.